നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാൻ ഇസ്രായേൽ സംഘർഷം 4ാം ദിവസവും അയവില്ലാതെ തുടരുന്നതിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി തിരിച്ചയക്കണമെന്ന ഇന്ത്യയുടെ അഭ്യർത്ഥനയിൽ ഇറാൻ പ്രതികരിച്ചു. വ്യോമാതിർത്തി അടച്ച സാഹചര്യത്തിൽ കരമാർഗം അവരെ ഒഴിപ്പിക്കാനാണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത്. ഇറാനിൽ 1500-ലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അനിശ്ചിതത്വത്തിൽ കഴിയുന്നത്. അതേസമയം ഇസ്രായേലിലെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ടെൽ അവീവിലെ എംബസി അധികൃതർ അറിയിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നോർക്ക റൂട്ട്സ് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ടെഹ്റാനിലെ ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടതിന് പിന്നാലെ ടെഹ്റാനിൽ ഉഗ്ര സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുണ്ട്. ഇറാൻ ടെലിവിഷൻ ആസ്ഥാനത്തും മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട്. തലസ്ഥാനമായ ടെഹ്റാനിലാണ് അത്യുഗ്ര സ്ഫോടനം നടന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടെഹ്റാന് മുകളിലുള്ള ആകാശം പൂർണ്ണമായും ഇസ്രായേൽ വ്യോമസേനയുടെ നിയന്ത്രണത്തിൽ ആണെന്നാണ് നെതന്യാഹു പറയുന്നത്. എന്നാൽ ഇറാൻ ടെൽ അവീവ് ആക്രമിക്കുന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഇസ്രായേൽ നഗരങ്ങളിൽ അപായ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ ലക്ഷ്യമാക്കി 15 മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും യുദ്ധം ശക്തമാകുമ്പോൾ ഒരുപക്ഷെ യൂറോപ്പിൽ നിന്നുള്ള വിമാനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാവുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജർമ്മനിയിലെ ചർച്ചിന്റെ അഭയ നടപടി നിയമവാഴ്ചയെ ദുർബലപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതനുസരിച്ച് ചർച്ച് ആയിരക്കണക്കിന് നാടുകടത്തലുകൾ തടയുന്നതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തി. ചർച്ച് അധികാരികൾ നിരസിക്കലിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും വിജയിക്കുകയും ചെയ്തു. പോളണ്ട് വഴി രാജ്യത്തേക്ക് പ്രവേശിച്ച 3 സൊമാലിയക്കാരെ ഇപ്പോൾ ബെർലിനിലെ ഒരു പള്ളിയിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവർ പള്ളി അഭയക്കാർ എന്ന് വിളിക്കപ്പെടുമ്പോൾ അവരെ പോളണ്ടിലേക്കോ ലിത്വാനിലേക്കോ തിരികെ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അധികാരികളുടെ അപ്രീതിക്ക് ഇടയാക്കി പള്ളി അഭയം ഉപയോഗിച്ച് പള്ളി അഭയ സംവിധാനത്തിൽ ആവർത്തിച്ച് ഇടപെടുന്നു. ജർമ്മനി നിയമപരമായി ഉത്തരവിട്ട നാടുകടത്തലുകൾ മാസങ്ങളോളം വൈകുകയോ പ്രധാനപ്പെട്ട സമയപരിധികൾ നഷ്ടപ്പെടുന്നതിനാൽ പൂർണ്ണമായും പരാജയപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. സൊമാലിയൻ അപേക്ഷകന്റെ സംശയിക്കപ്പെടുന്ന വ്യാജ ജനന സർട്ടിഫിക്കറ്റുകളും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കേസുകളുമുണ്ട്. ജർമ്മനിയിൽ ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസ് 2024 മാത്രം 2386 ചർച്ച അഭയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുൻ വർഷത്തേക്കാൾ 300 എണ്ണം കൂടുതലാണിത്. പള്ളി ഇടപെടലുകൾ നാടുകടത്തലിനെ പ്രതിരോധിക്കുകയാണ്. അതായത് കോടതി ഉത്തരവിന് ശേഷം നിയമവിരുദ്ധ പ്രവേശനം വഴി അധികാരികളെ മറികടന്ന് കുടിയേറ്റക്കാരുടെ കഥ കൂടുതൽ അസംബന്ധമായി മാറുകയാണ്. ഒരു കേസ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളതായി കണക്കാക്കിയാൽ മാത്രമേ പള്ളികൾ അഭയം നൽകുകയുള്ളൂ. എന്നിരുന്നാലും മിക്ക കേസുകളിലും ഇവ ഡബ്ലിൻ കേസുകളാണ്. സുരക്ഷിതമായ ഒരു 3ാം രാജ്യം വിട്ട് ജർമ്മനിയിലേക്ക് വന്ന അഭയാർത്ഥികളാണ് ഇവരൊക്കെ. ഇവരെ ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തേക്കാണ് തിരിച്ച് അയക്കേണ്ടത്. 39 കേസുകളിൽ മാത്രമേ EU ഇതര രാജ്യങ്ങളിലേക്കുള്ള നാടുകടത്തലുകൾ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളൂ. അതേസമയം റേഗൻസ്ബർഗിലെ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ അതിർത്തികളെയല്ല ആളുകളെയാണ് സംരക്ഷിക്കുക എന്ന പ്ലാക്കാർഡാണ് ഉയർന്നിരിക്കുന്നത്. ബിഷപ്പ് ക്രിസ്ത്യൻ സ്റ്റാംബ്ലിൻ രാജ്യം വിടേണ്ടവരെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യം വിടേണ്ടവർക്കുള്ള സംരക്ഷണം സഭ സംരക്ഷിക്കുകയാണ്. ബെർലിനിലെ പ്രോട്ടസ്റ്റന്റ് ബിഷപ്പാണ് ഇത്. സമൂഹത്തിനായുള്ള സേവനമെന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്നാൽ നിരസിക്കപ്പെട്ട ചില അഭയാർത്ഥികൾ ക്രിസ്ത്യൻ സ്നാനത്തിന് പോലും വിധേയരാകുന്നു. കാരണം ഇസ്ലാമിൽ നിന്നുള്ള വിശ്വാസത്യാഗം പലായനം ചെയ്യാനുള്ള കാരണമായോ നാടുകടത്തലിന് തടസ്സമായോ ജർമ്മൻ അധികാരികൾ പലപ്പോഴും തിരിച്ചറിയുന്നു. ബെർലിനിലെ ഇവാഞ്ചലിക്കൽ ലൂതറൻ സഭയുടെ കണക്കനുസരിച്ച് ഇപ്പോൾ ഇവിടെ 800 ഇറാനികളും 400 അഫ്ഗാൻകാരും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. ജർമ്മനിയിലെ സീറോ മലങ്കര കത്തോലിക്ക സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ സഭാ സംഗമം നടത്തുന്നു. ജൂൺ 20, 21, 22 തീയതികളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ബോണിൽ വെച്ചാണ് സംഗമം നടക്കുന്നത്. സഭാ സംഗമത്തിൽ മുഖ്യാതിഥിയായി സീറോ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കത്തോലിക്ക ബാവ പങ്കെടുക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന സംഗമത്തിൽ യൂത്ത് സെമിനാറും തുടർന്ന് 21 തീയതി അതിന്റെ തുടർ സെമിനാറും നടക്കും. 22 തീയതി രാവിലെ 9:30 മുതൽ 12:30 വരെ പൊതു സെമിനാറാണ് നടക്കുന്നത്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടിയാണ് സംഗമത്തിന് തിരശീല വീഴുന്നത്. ശനിയാഴ്ച രാത്രി 7:30 മുതൽ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. എന്റെ വാക്കിൽ ഉറച്ചു നിൽക്കുക എന്ന യോഹന്നാന്റെ 8:31 വാക്യമാണ് സഭാ സംഗമത്തിന്റെ മുദ്രാവാക്യമായി എടുത്തിട്ടുള്ളത്.
വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ യൂണിറ്റ് റോമിൽ ആരംഭിച്ചു. ജൂൺ 12-ന് റോമിലെ മോന്തെ അർസിജിയോ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജോസ്മോൻ കമ്മട്ടിൽ, സെക്രട്ടറി ഷൈൻ റോബർട്ട് ലോപ്പസ്, ട്രഷറർ ജോർജ് റപ്പായി എന്നിവർ സ്ഥാനമേറ്റു. അതേസമയം വൈസ്മെൻ ക്ലബ്ബ് ലണ്ടൻ സെൻട്രലിന്റെ ഉദ്ഘാടനം റാംഫോർഡിലെ YMCA ഹാളിൽ നടന്നു. ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷീൻ ജോൺ വാഴയിൽ, ട്രഷറർ ബിന്ദു വി ഷിജു, സെക്രട്ടറി പ്രകാശ് ഉമ്മൻ എന്നിവർ ചുമതലയേറ്റു. സീറോ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കത്തോലിക്ക ബാവ തിരുമേനിയുടെ മൂത്ത സഹോദരി സൂസമ്മ ജോസഫ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അന്ത്യശുശ്രൂഷകൾ ജൂൺ 19-ന് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1 മണിക്ക് ഭവനത്തിലും തുടർന്ന് 2 മണിക്ക് തോട്ടക്കാട് സെന്റ് ജോർജ് സീറോ മലബാർ കത്തോലിക്ക ദേവാലയ സിമിത്തേരിയിൽ നടക്കും. ക്ലീമീസ് ബാബയുടെ സഹോദരിയുടെ നിര്യാണത്തിൽ ജർമ്മനിയിലെ മലങ്കര സമൂഹം അനുശോചനം രേഖപ്പെടുത്തി. ജർമ്മനിയിലെ മലങ്കര സഭാ കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് കോയിക്കൽ, റവറൻ ഡോക്ടർ ജോസഫ് ചേലംപറമ്പത്ത്, ജർമ്മനിയിലെ മലങ്കര സമൂഹം പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ, വിവിധ മിഷൻ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരാണ് അനുശോചനം അറിയിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.